ഹലോ കൂട്ടുകാരെ, വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി വാഴക്കുല പുഴുങ്ങുവാണ്. നേന്ത്രവാഴക്കുല പുഴുങ്ങുവാണ്. എങ്ങനെയാണ് പുഴുങ്ങുന്നത് കാണിച്ചു തരാം. വാഴക്കുല വയലിൽ പോയി പറിച്ച് വെട്ടി കൊണ്ടുവന്ന് പൊളിച്ചിടുവാണ്. പൊളിച്ചിട്ടിട്ട് ഇത് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം 4 കഷ്ണമാക്കിയാണ് ഇത് പുഴുങ്ങുന്നത്. അതിലേക്ക് ഇത് മുറിച്ചിട്ട് 4 കഷ്ണമാക്കും. 4 കഷ്ണമാക്കിയിട്ട് പുഴുങ്ങും. അതിലേക്ക് മഞ്ഞൾ, ഉപ്പ്, തേങ്ങ, കാന്താരി മുളക് എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പിലയും വെളിച്ചെണ്ണയും വറവിടും. കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിടും. രാവിലെ വയലിൽ പോയി വെട്ടി എടുത്ത് വന്നതാണ്. ഇതധികം ഇംഗ്ലീഷ് വളമൊന്നും ഇടാത്ത നേന്ത്രവാഴക്കുലയാണ്. ഞങ്ങൾ സ്വന്തം പറമ്പിലുണ്ടാക്കി. ചേച്ചി ഒന്നും വേണ്ടുന്നില്ലല്ലോ. ചേച്ചിക്ക് ഇന്നെന്താ പറ്റിയ ചേച്ചി? അല്ല, നിങ്ങളെല്ലാവരും പരണ്ട് കേട്ട് ഞാൻ എടുക്കാൻ പണി. അതല്ല, എല്ലാവരും ഒരുമിച്ച് പറയണ്ടല്ലോ എന്ന് ചോദിച്ചാൽ. അതുകൊണ്ട് പറയുന്നതൊക്കെ ഇതായിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ട് വേഗം പൊളിക്കാൻ നോക്കാം. പൊളിച്ച് ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബാക്കി കാണിച്ചു തരാം. ചേരുവകളൊക്കെ ഇടും. ഇതിൽ എന്തൊക്കെ ഇടുന്നെന്ന് കാണിച്ചു തരാം. ചേരുവകൾ ചേർത്ത്. രമണി ചേച്ചിന്റെ കെട്ടിയോന്റെ കൊലയാണ്. കെട്ടിയോനില്ലാത്ത സമയത്താണ് ഇത് പോയി ഞങ്ങൾ മെല്ലെ മോഷ്ടിച്ചുകൊണ്ട് എന്തെങ്കിലും പൂങ്ങിട്ടുണ്ടേ. അതുകൊണ്ട് പോയിട്ട് മെല്ലെ പോയി എന്തെങ്കിലും ഞങ്ങൾക്ക് വീഡിയോ ഇടണ്ടേ. പുള്ളി അങ്ങനെയൊന്നും പറയൊന്നുമില്ലടി. രമണി ചേച്ചി ചീത്ത അറിയാ ചോദിച്ചിട്ട് പോയി. നേരത്തെ ചോദിച്ചു വെച്ചതാണ്. പിന്നെ കുഴപ്പമില്ല. ചോദിച്ചു വെട്ടിക്കോന്ന്. പിന്നെ കുഴപ്പം. ചേച്ചി ഒരു കൊല കൊണ്ടുവന്നായിരുന്നേ. അത് ഒന്നിനും പറ്റൂല, കറി വെക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ പിന്നെയും ഓടിച്ചു വിട്ടു രമണി ചേച്ചിനെ. ഇത് പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെ പോയപ്പോഴാണ് ഈ കൊല കൊണ്ടുവന്നത്. അത് എൻ്റെ ഭർത്താവ് ചീത്ത അറിയുന്നു. അത് കൊത്താണ്ട് വന്നേണേ. പിന്നെ ഞങ്ങൾ ഇതല്ല, പുഴുക്കിന് കുറച്ച് മൂത്ത കൊലയായിരിക്കണം. ലാസ്റ്റ് കൊലയാണ് ഇത്. വയലിലെ ഈ പ്രാവശ്യത്തെ ലാസ്റ്റ് വാഴക്കൊലയാണ്. പുള്ളി എല്ലാ സാധനവും നട്ടുണ്ടാക്കി. വാഴക്കോല എപ്പോഴും അരുത്. എൻ്റെത് കഴിഞ്ഞേ. എൻ്റെത് കുളിച്ചു കഴിഞ്ഞു. എൻ്റെത് കഴിഞ്ഞ് ഇവളാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങളെന്തെന്നാ പൊളിക്കുന്നത്? നിങ്ങൾ എവിടെയാ ഇടുന്നേ? ഇത് ഇതിന്റെ കറ പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണേ. ഇതിന്റെ കറ പോയി കിട്ടണം, എന്നാല് പുഴുങ്ങുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ തൊലി ഉപ്പേരി വെക്കാൻ പറ്റുമോ? തൊലി ഉപ്പേരി വെക്കാൻ പറ്റുമോ? നല്ലതാ. ഇതിന്റെ തൊലി ഉപ്പേരി വെക്കാൻ പറ്റുമല്ലോ. ഇനി ഇതിങ്ങനെ കളയാനില്ലേ. ഇനി ഇതിങ്ങനെ നടുവേ മുറിച്ചിട്ട് ഇതാ ഇങ്ങനെ കീറിയെടുത്ത് ഇതാ ഇങ്ങനെയാണ് ഞങ്ങൾ പുഴുങ്ങുന്നത്. ഭയങ്കര ചെറുതായി പോകില്ല അല്ലേ? 4 കഷ്ണം ആക്കണം. 4 കഷ്ണം. പിന്നെ 4 കഷ്ണം ആക്കാം അല്ലേ? ഇങ്ങനെ ആക്കാം. ഉടഞ്ഞു പോകൂലേ? ഇല്ല, 4 കഷ്ണമാക്കി. ഉടയുന്നതിന് മുമ്പ് നമുക്ക് ഇറക്കി വെക്കാലോ. കുറച്ചൊക്കെ ഉടഞ്ഞോട്ടെ തന്നെ. ഉടഞ്ഞെങ്കിലേ ഒരു ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയ വാഴക്കൊല. ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയതാ. ഞങ്ങൾ ഓണത്തിനും വിഷുവിനൊക്കെ ഞങ്ങൾ സ്വന്തം വാഴക്കുല വെട്ടിയിട്ടാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങൂല. പിന്നെ പുഴുങ്ങാൻ എത്രയും മൂപ്പുള്ളത് പറ്റും. ഉപ്പേരി മൂപ്പ് കുറഞ്ഞത് ഉടഞ്ഞു പോകും. ചക്ക വറുത്തത്, വാഴക്കുല വറുത്തതൊക്കെ ഞങ്ങൾ വിഷുവിന് സ്വന്തം പറമ്പിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. കഴിഞ്ഞോ? ഇന്ന് നല്ല വെയിലാണേ. ഒരാഴ്ച എന്തൊരു മഴ. ഒരാഴ്ച ഭയങ്കര മഴയാണ്. പറ്റാത്ത മഴ. ഇന്ന് നല്ല വെയിലാണ്. മാത്രം ചൂടുന്ന് പൊള്ളുന്ന ചൂട്. ഇത്ര ദിവസം മഴയായത് കാരണം അകത്തുനിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തെളിച്ചൊന്നും കാണുന്നില്ല. ഇന്ന് പിന്നെ വെയിലാണേ.
നല്ല ക്ലിയർ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഫോണിനൊക്കെ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. ഇവിടെ രമണിയാണെങ്കിൽ അല്ല വണ്ടീൻ്റെ ഒച്ച എടുത്ത് നോക്കിപ്പോയി. ഇതാണേ ഞാനാണെങ്കിൽ പൊറിഞ്ഞ മുരിക്കലായി. വെയിലത്ത് വേഗം ഒന്ന് കഴിഞ്ഞെങ്കിൽ തണലിൽ പോയി നിൽക്കാന്ന് വെച്ചിട്ട് കഷ്ണം പറഞ്ഞു ഇത് ഉടനെ സംശയം 4 വീടാക്കിയിട്ട് ഉടയൊന്നുമില്ല. ഉടയുന്നതിൻ്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാം. പാകത്തിന് വേവിച്ചിട്ട് പുറകെ മഴയും വരുന്നുണ്ട്. അതാ അതിൻ്റെ ചൂടല്ലേ എടീ അതിലേക്ക് ഇതല്ല ഇതിൻ്റെ ചൂടാണ് മഴ വരുന്നതിൻ്റെ. ഇങ്ങോട്ട് കുറേ മധുരം പിടിച്ച് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. അരിയ നല്ല പാകത്തിലുള്ള വാഴക്കൊല കണ്ടു. നല്ല കളിക്കില്ല കളിക്ക് വേണ്ടേ? എന്താ വേണ്ടാത്ത? ബാബേ അങ്ങോട്ട് പോട്. എന്താ വളരെ ഒരു കഷ്ണം പോലെ എൻ്റെ നല്ല ജവൽ നിൽക്കുന്നത്. നിങ്ങളുടെ കത്തി നല്ലത്. ഇത് ഈ കത്തി കൊണ്ട് കൊല്ലോ 3 കഴുകൽ കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കേ. ഉണ്ടാക്കിയ പച്ചക്കറി തോട്ടത്തിൽ പച്ചമുളക് ഇത് വാഴക്കൊലയിലിടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു നല്ല മൂട്ട മുളകാണ്. ഇതൊരു 10-15 മതിയേ. കൊലയില്ലാത്തത് തോട്ടത്തിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇതാ നെല്ലുണ്ട്, വഴുതനങ്ങ, കാന്താരിയുണ്ട്, വലിയ പത്തൽമുളകുണ്ട്. വഴുതനങ്ങ, മുളക്, കഴുകി വെച്ചിഞ്ഞ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുക. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക. ആകുമ്പോൾ കാന്താരി മുളക് തേങ്ങ കൂടി ചതച്ചിട്ടിടുക. പിന്നെ നല്ല വേഗ വറക്കാറാകുമ്പോൾ കടുക്, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു 5-6 ചുള വെളുത്തുള്ളി, പാകത്തിന് മഞ്ഞൾപ്പൊടി 1 സ്പൂണ് വേണ്ട, ഇതും കൊണ്ട് മതി. മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി പാകത്തിന് ഉപ്പ്, പാകത്തിന് ഉപ്പിട്ടു. വരികി നമുക്ക് കുറച്ചും കൂടി ഇടത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണേ. മൂടട്ടെ. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി തീ നന്നായി കത്തിച്ച് പകുതി വേവാകുമ്പോൾ ഇതിൽ ചേർക്കേണ്ട ചേരുവകളൊക്കെ ചേർക്കാം. ചേരുവകളൊക്കെ ചേർത്ത് ഇത് തളിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കണം. കാന്താരി മുളക് ഇടാം. കവി എവിടെ പോയി?
ഒരു പൊന്ത് ഉപകാരമായി. ഇനി ഇതിൽ അരവ ഒന്ന് ചേർത്താൽ മതി കേട്ടോ. ഇതാ പാകത്തിനുള്ള കാന്താരിമുളക് പൊട്ടിച്ചിട്ട് ഇടുവാണ്. പാകത്തിനുള്ള കാന്താരിമുളക് പൊട്ടിച്ചിട്ട് എരിവ് പാകത്തിന് കുട്ടികളുണ്ടല്ലേ. തേങ്ങ ഞെരടി ഇടുവാണ്. തേങ്ങ ചതച്ചിട്ടില്ല, ഞെരടി ഇട്ടാൽ മതി. തേങ്ങ ഇടുവാണ്. തേങ്ങ ഇട്ടു ഇനിയൊന്ന് നന്നായി തിളയ്ക്കണം. ഒന്ന് നന്നായി തിളച്ചിട്ട് നല്ല പിടിച്ച് തേങ്ങയും ഉപ്പും മുളകും കറിവേപ്പില. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കാറാകുമ്പോൾ വെച്ചിട്ട് ഇളക്കി പിടിപ്പിക്കട്ടെ തേങ്ങ. ഇവിടെ ഒന്നുപോലെ ചേർക്കണം. നല്ലപോലെ ഇളക്കി പിടിക്കും. ഒന്നുപോലെ ചൂട്ട് നോക്കി. ഒരു ശകലം ഉപ്പ് വേണം, കുറച്ച് മതിയേ. കാണാൻ എന്ത് നല്ല ആ വാഴക്കൊലേൻ്റെ ഒരു കളറും മഞ്ഞളിൻ്റെയും നല്ല കളറ് വരുമ്പോൾ കാണാൻ തന്നെ എന്ത് രസം. നോക്ക്, പ്രത്യേക ഒരു കളറാണ് വാഴക്കൊലയ്ക്ക്. വാഴപ്പഴം പോലുള്ള കുറച്ച് മൂടി വെച്ചു. ഇനിയൊരു കുറച്ച് നേരം കാന്താരി മുളക് വേവട്ടെ, തേങ്ങ പിടിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ട് മറ്റുള്ള ചേരുവകളൊക്കെ ചേർക്കാം. വെള്ളം വറ്റി ഒരു കഷ്ണം നോക്കട്ടെ, വെന്ത് നോക്കട്ടെ. വെന്തിട്ടുണ്ട്. ഇറക്കി വെക്കല്ലേ, ഭയങ്കര ചൂടാണേ. ഇറക്കി വെക്കട്ടെ. ഇറക്കി വെച്ച് ചീനിച്ചൊക്കെ അടുപ്പിൽ വയ്ക്കാം, കടുക് പൊട്ടിക്കാൻ. ഇറക്കി വെക്കട്ടെ. എൻ്റെ അമ്മേ, ആ കയ്യിലെണ്ണ ഒഴിക്കട്ടെ, ഓയിലൊഴിക്കട്ടെ. സൺഫ്ലവർ എണ്ണ കുറച്ച് ചൂടായിട്ട് അതിൻ്റെ അകത്ത് കടുക്, കറിവേപ്പില, വെളുത്തുള്ളി. വെളുത്തുള്ളി ഉണ്ടേ. അല്ല, അത് കടുക് പൊട്ടിക്ക്, കടുക് പൊട്ടിക്ക്. എന്നിട്ട് അതിൻ്റെ പൊട്ടുമ്പോൾ പൊട്ടാറാകുമ്പോൾ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ട് ആയി എന്താ വെളുത്തുള്ളി കുറച്ച് കളർ വ്യത്യാസം വരും. പരിചയം കുറച്ചും കൂടി മൂക്കട്ടെ വെളുത്തുള്ളി. അതാ വെളുത്തെടുക്കുന്നുണ്ടോ. ഇതൊക്കെ കറിവേപ്പില, കറിവേപ്പിലിട്ട് എന്നിട്ട് ഒന്ന് ഇളക്കി പിടിപ്പിക്കാം. ഇളക്കി വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിൻ്റെയും
അയ്യോ ജീരകം. നല്ലപോലെ ഇളക്കി ഇടിക്കണേ. എന്നിട്ടൊരു 1 മിനിറ്റ് നേരം മൂടി വെക്കാം. കൂട്ടി വെക്ക്. വെള്ളം വെക്കും. ഇനി കുറച്ച് നേരം മൂടി വെക്കട്ടെ. കുറച്ച് നേരം മൂടി വെച്ചിട്ട് വിളമ്പി എടുക്കട്ടെ. വിളമ്പട്ടെ. ചായ എടുക്കട്ടെ. ഇങ്ങോട്ട് തരാം. വിളമ്പി എടുത്ത് കുട്ടിക്ക് കുറച്ച് ഇട്ട് കൊടുക്കല്. ആ ഇത് നല്ല കട്ടയും ചായയും കൂട്ടി കഴിച്ച വിശപ്പും മാറും. കൂടെ കുടിക്കാൻ വേണ്ടി ചായ എടുക്കട്ടെ. പഞ്ചസാര ഇട്ടു. വിളമ്പി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയും നേന്ത്ര വാഴക്കുല പുഴുങ്ങിയതും. ചോറൊന്നുണ്ട് ആവശ്യമില്ല. വിശപ്പ് കടന്നു. നല്ലതാ വാഴപ്പഴ. കട്ടൻ ചായ പുഴുങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ തിന്നാം. ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് തിന്നുന്നത് കൂടുതൽ. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി തിന്നു നോക്കണേ. ചായ ആ കറിവേപ്പിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എന്താ രസമല്ലേ? ടേസ്റ്റാട്ടോ. ചായ തരാം. എന്ത് തരാം. തണിയിട്ടെ. ഇത് തണിയിട്ട് ഇതിപ്പോൾ ഉള്ളത്. നീ എന്തിനാ ഇപ്പോൾ ഉള്ളത്? ഞാൻ പറ ടേസ്റ്റ് ഉണ്ട്. പുഴുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ആ ചായയും കൂടി കുടിക്കട്ടെ. ചായ കുടിച്ചാൽ ചായ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. ചായയും കൂടി പുഴുക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുഴപ്പമില്ല. പാകത്തിനുള്ള മൂപ്പുള്ള കൊലയായത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം ചേർക്കാത്തല്ലേ, അരിവെള്ളം മാത്രമേ അധികം ചേർക്കുന്നുള്ളൂ. കോഴിവെള്ളം, ആട്ടുംവെള്ളം, അങ്ങനെ അധികം ഇംഗ്ലീഷ് വെള്ളം. അതോ ഇതാക്കും. എരിവ് പാകത്തിനല്ലേ? എല്ലാം ഉണ്ട്, എല്ലാ പാകത്തിനുണ്ട്. ചായയിൽ മാത്രം കുട്ടികളൊക്കെ കഴിക്കാം. അധികം എരിവ് ഇട്ടില്ല. അങ്ങനെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കാരണം എരിവ് കുറച്ചിട്ടതാണ്. നമ്മൾ ചാറിന് എന്തൊരു ടേസ്റ്റാ.
ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കി കൂടി നോക്കണേ. കഴിക്കണേ.